കാലം മലയാളത്തിന് സമ്മാനിച്ച സൗഭാഗ്യമാണ് VS. അഴിമതി തെറ്റ് എവിടെയുണ്ടോ അവിടെ അതിശക്തമായി നേരിടുക. ഇന്ന് ഇവിടെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്ന കാലം, ആ സ്പീക്കർ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ നിയമസഭ വളപ്പിലെ ഒരു 20 സെന്റ് സ്ഥലം വക്കം പുരുഷോത്തമൻ മറ്റൊരു സ്ഥാപനത്തിന് എഴുതി നൽകി. തികച്ചും നിയമവിരുദ്ധമായൊരു നടപടിയായിരുന്നു. ഇക്കാര്യം ഞാൻ കേരള കൗമുദിയിലൂടെ വാർത്തയായി പ്രസിദ്ധീകരിച്ചു. വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ അന്ന് തന്നെ സ്പീക്കറായ ശ്രീ വക്കം പുരുഷോത്തമൻ വാർത്തയ്ക്കെതിരെ വാർത്ത അശാസ്ത്രീയമാണ്, അസത്യമാണ്, വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തലുമായിട്ട് വന്നു. ഈ തിരുത്തൽ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ അതേ പ്രാധാന്യത്തോടുകൂടി കേരള കൗമുദിയുടെ 1-ാം പേജിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടമായിരുന്നു. നിരഞ്ജൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭയിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. VS മുഖ്യമന്ത്രിയായി. K. രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറുമായി. VS അധികാരമേറ്റ ആദ്യ മന്ത്രിസഭയുടെ ആദ്യ നടപടി വക്കം തീരെഴുതിയ ആ കരാർ റദ്ദാക്കുകയായിരുന്നു. അതാണ് തീക്ഷ്ണശാലിയ, ആർജവമുള്ള, തൻ്റെടിയായ, രാഷ്ട്രീയ നിഷ്പക്ഷനായ ഒരു നേതാവിൻ്റെ ജനങ്ങളോടുള്ളപ്പോൾ അവിടെ അത് VS-നല്ലാതെ മറ്റാർക്കങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സ്പീക്കർ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിരുന്ന ഒരു സ്പീക്കർ അനധികൃതമായി ചെയ്ത നടപടിയെ അധികാരത്തിലേറിയ തൊട്ടടുത്ത ദിവസം തന്നെ അതിനെ നിഷ്കരണം റദ്ദാക്കുക വെച്ചാൽ VS-നെ പോലുള്ള തൻ്റെടിയായ, ആദർശനായ, കർമ്മനിരതനായ ഭരണാധികാരിക്ക് മാത്രമേ പറയൂ. അദ്ദേഹം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം രാഷ്ട്രീയം ഒരു കച്ചവടമായി കണ്ട ആളല്ല. രാഷ്ട്രീയം സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ആളല്ല. ജനങ്ങളാണ് തൻ്റെ പ്രജ, ഞാൻ പ്രജകളുടെ പ്രജ എന്ന ആ തത്വത്തിലൂടെ അടികൊളിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന ഈ ജനങ്ങളുടെ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ഒഴുക്ക് അദ്ദേഹത്തോടൊപ്പം എങ്ങനെ വീതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാനിപ്പോൾ കൊല്ലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കൊല്ലത്ത് വൈകിട്ട് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുമൊത്തുനിന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ കഴക്കൂട്ടത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അധിവസിക്കുന്ന, ജനങ്ങൾ നെഞ്ചിലേറ്റിയ, ജനങ്ങൾ തൻ്റെ ഉള്ളംകടുവെ കണ്ണേ കള്ളേ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ചുമ്മാ വിളിക്കുകയല്ല. ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എക്കാലവും അടിയുറച്ചതാണ്. ആ സ്ഥാനം, അങ്ങനെ ഒരു നേതാവ് ഈ കേരളക്കരയോട് ഇവിടെ പറയുമ്പോൾ ഓരോ കേരളീയനും, ഓരോ ജനങ്ങളും തങ്ങളുടെ നേതാവ്, തങ്ങളുടെ CPM നേതാവ് എന്ന് അലമുറ വിളിക്കുന്നത് ആ നേതാവിന്റെ ഇച്ഛാശക്തിയാണ്. ആ നേതാവ് VS ജനങ്ങളോട് കാണിച്ച കടമയാണ്, കൂടാണ്. അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ നേതാവിനെ എനിക്ക് കിട്ടുമോ? കാലം വീണ്ടും ഇങ്ങനെ നേതാവിനെ നമുക്ക് സമ്മാനിക്കുമോ? സാധ്യത ഏറെ കുറവാണ്. കാരണം ഇത്രയും 101 വർഷക്കാലം അദ്ദേഹം നമ്മോടൊപ്പം, നമ്മുടെ മണ്ണിൽ, നമ്മൾക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി ജീവിച്ചു. ആ ജീവിതമാണ് കേരള രാഷ്ട്രീയം മലയാളിക്കും ചരിത്രം സമ്മാനിച്ച VS-ന്റെ ജീവിതം.